കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയായ NCPയുടെ ഇപ്പോഴത്തെ അവസ്ഥ പരമദയനീയമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ കുറെ കാലങ്ങളായി തന്നെ NCP ആഭ്യന്തര പ്രശ്നങ്ങളാൽ കിടന്നു വലയുകയാണ്. അവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രശ്നം ഉത്ഭവിച്ചത് ആകെയുള്ള 2 MLA-മാരിൽ ഒരാൾ നേരത്തെ തന്നെ വനം മന്ത്രിയായ ശ്രീ AK ശശീന്ദ്രനാണ്. രണ്ടാമത് ആ പാർട്ടിയിലുള്ള MLA കുട്ടനാടുകാരനായ ശ്രീ തോമസ് K. തോമസ് ആണ്. ഈ കേരളത്തിലെ NCP വിഭാഗത്തെ നയിക്കാനായി ഏറ്റവും ഒടുവിൽ രംഗത്ത് വന്നത് ഒരു മുൻ കോൺഗ്രസ് നേതാവും സംസ്ഥാന മന്ത്രിയുമായിരുന്ന ശ്രീ PC ചാക്കോയാണ്. അദ്ദേഹം കോൺഗ്രസിലെ വളരെ സീനിയർ നേതാവായിരുന്ന ഒരു സമയത്താണ് അദ്ദേഹത്തിന് ഒരു ഉൾവിളി ഉണ്ടായി കേരളത്തിലെ NCPയുടെ അധ്യക്ഷനായി രംഗത്ത് വരുന്നത് ശ്രീ PC ചാക്കോ. സങ്കടകരമെന്ന് പറയട്ടെ, കേരളത്തിൽ ഏറ്റവും കുറച്ച് വിശ്വാസ്യതയുള്ള ഒരു രാഷ്ട്രീയ നേതാവായി അദ്ദേഹം സ്വയം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഇതിനോടകം തന്നെ പലവട്ടം കൂറുമാറി എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും സ്ഥാനം കിട്ടുന്ന തക്കം നോക്കി കാർഡ് ഇറക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനായി കൗശലക്കാരനായി മാറി എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ തെളിയിച്ചു. NCPയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഒരു കക്ഷിയാണെങ്കിലും അത് മഹാരാഷ്ട്ര കേന്ദ്രീകൃതമായ ഒരു കക്ഷിയാണ്. നമുക്കെല്ലാം അറിയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ അതികായനായ ഒരു നേതാവായിരുന്ന ശ്രീ ശരത് പവാർ കോൺഗ്രസുമായി തെറ്റിപ്പിരിഞ്ഞാണ് NCP എന്ന് പറയുന്ന നാഷണൽ കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കുന്നത്. അത് അടിസ്ഥാനപരമായി മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ചുള്ള ഒരു പാർട്ടിയാണ്. വർഷങ്ങളായി മഹാരാഷ്ട്രയിൽ അധികാരത്തിലിരുന്നിട്ടുമുണ്ട്. ശക്തമായി പ്രവർത്തിച്ചിരുന്ന ഒരു പാർട്ടി മഹാരാഷ്ട്രയിൽ ആയിരുന്നു NCP എന്ന് പറഞ്ഞാൽ ഒട്ടും അധികപ്പറ്റാവുകയില്ല. എന്നാൽ ദുര്യോഗം എന്നതുപോലെ അതിനകത്തും പണക്കമുണ്ടായി. ശ്രീ ശരത് പവാറിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ തന്നെ ശ്രീ അജിത് പവാർ എന്ന ഒരാൾ ആ പാർട്ടിയെ 2ആയി പിളർത്തി BJPയുമായി സഖ്യത്തിലെത്തി. അതും അവസരവാദപരമായ രാഷ്ട്രീയത്തിന്റെ ഒന്നാന്തരം ഉദാഹരണമാണ് ഈ അജിത് പവാർ. അദ്ദേഹം BJPയുമായി ഒട്ടിയതിന്റെ കാരണം ആശയപരമായോ സിദ്ധാന്തപരമായോ ഉള്ള യോജിപ്പ് കൊണ്ടൊന്നുമല്ല. മഹാരാഷ്ട്രയിൽ എങ്ങനെയെങ്കിലും അധികാരത്തിലേറാൻ തക്കം കിട്ടുമോ എന്ന് കരുതിയാണ് BJPയുമായി സഖ്യത്തിലേർപ്പെട്ടതും അത് ആത്യന്തികമായി ഗുണകരമായി ഭവിച്ചതും. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ അജിത് പവാറിന്റെ NCPയും BJPയും ചേർന്നുള്ള ഒരു മുന്നണിയാണ്, ശിവസേനയുടെ ഒരു വിഭാഗം കൂടെ ചേർന്ന മുന്നണിയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അവർ വലിയ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരികയും അതിന്റെ ഫലമായി ശ്രീ അജിത് പവാറിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുകയും ചെയ്തു. അപ്പോൾ മഹാരാഷ്ട്രയിൽ തന്നെ NCPയുടെ പതനം ആരംഭിച്ചിരുന്നു. ആരോഗ്യപരമായ കാരണങ്ങളാൽ ശരത് പവാറിന് നേതൃത്വം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പരിമിതികളുണ്ട്. അദ്ദേഹത്തിന്റെ മകൾ ഈ രംഗത്ത് വരാനൊക്കെ ശക്തമായി ശ്രമിച്ചുവെങ്കിലും അവർക്കും കാര്യമായി ആ പാർട്ടിയെ ബലപ്പെടുത്തുന്നതിൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് പൊതുവെ പറഞ്ഞാൽ NCP എന്ന് പറയുന്ന പാർട്ടി ദേശീയമായിട്ട് തന്നെ വളരെ ശുഷ്കിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കേരളത്തിൽ അതിനേക്കാൾ ദയനീയമായ ഒരു സാഹചര്യത്തിൽ ചെന്നപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് ശ്രീ PC ചാക്കോ കേരളത്തിലെ NCP ഘടകത്തിന്റെ പ്രസിഡന്റ് എന്നുള്ള സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. അതിനകത്ത് ഏറ്റവും വലിയ കൗതുകകരമായൊരു മറ്റൊരു വസ്തുത, ഇദ്ദേഹം PC ചാക്കോ NCPയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ള ഒരു പദവിയിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ നോക്കിക്കോണം ഒരു വൈരുദ്ധ്യം. രാഷ്ട്രീയ രംഗത്ത് അതികായനായിരുന്ന ശരത് പവാറിനോടൊപ്പം ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി ഈ കക്ഷിയുടെ ആളായിരിക്കുന്ന ആൾ സംസ്ഥാനത്ത് വന്നപ്പോൾ ഒട്ടും ക്ലച്ച് പിടിക്കാതെ ഇപ്പോൾ സ്ഥാനം ഒഴിയേണ്ടി വന്നിരിക്കുകയാണ്. അദ്ദേഹം എങ്ങനെയാണ് ഇനിയും കേരളത്തിലെ NCPയിൽ പ്രവർത്തിക്കുന്നത് എന്നത് വരും കാലങ്ങളിൽ കണ്ടറിയണം. പ്രധാനമായി ഇവിടെ ഉണ്ടായ പ്രശ്നം AK ശശീന്ദ്രനെ മാറ്റി തോമസ് K. തോമസിനെ മന്ത്രിസ്ഥാനത്ത് ഇരിക്കണം. ഒരു ദിവസമെങ്കിലും മന്ത്രി കസേരയിൽ ഇരുന്നാലേ ജീവിതത്തിൽ എന്തെങ്കിലും നേടി എന്ന് തോന്നുന്നു എന്ന് കരുതുന്ന ഒരു രാഷ്ട്രീയ പൊതു നേതാവാണ് ശ്രീ തോമസ് K. തോമസ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം.
അദ്ദേഹത്തിന്റെ സഹോദരൻ ശ്രീ തോമസ് ചാണ്ടിയുടെ നിര്യാണത്തിന് ശേഷമാണ് അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് വരുന്നത്. അദ്ദേഹം ഒരു വ്യവസായിയാണ്. അപ്പോൾ അദ്ദേഹം MLA ആയപ്പോൾ അദ്ദേഹത്തിന് ഒരു പൂതി ഉണ്ടായി, ഇനി മന്ത്രിയല്ലാതെ പിന്നാക്കം പോകുന്ന പ്രശ്നമില്ല. എന്നാൽ AK ശശീന്ദ്രൻ ആകട്ടെ ഒരു കാരണവശാലും ആ കസരയിൽ നിന്ന് ഒഴിയത്തുമില്ല. കാരണം അദ്ദേഹത്തിന് വീണ് കിട്ടിയ ഒരു സന്ദർഭം ഒരിക്കലും നഷ്ടപ്പെടാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നയാളല്ല. അദ്ദേഹം മലബാർ മേഖലയിൽ നിന്നുള്ള ഒരു ശാന്തനായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിലും മന്ത്രി കസേര എന്ന് പറയുന്ന അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു വലിയ സംഗതിയാണ്. അദ്ദേഹം അത് വിട്ടുകൊടുക്കാൻ ഒട്ടും തയ്യാറല്ല. അപ്പോൾ AK ശശീന്ദ്രനെ മാറ്റിയിട്ട് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്നുള്ള ഒരു ഫോർമുലയുമായി PC ചാക്കോ രംഗത്ത് വന്നപ്പോഴാണ് കേരളത്തിൽ NCPയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ വളരെ ഗുരുതരമായ അവസ്ഥയിലെത്തിയത്. ഇവരെ മഹാരാഷ്ട്രയിൽ പോയി ശരത് പവാറിന്റെ ഒക്കെ അനുഗ്രഹം വാങ്ങിച്ച് തോമസ് കെ തോമസിനെ ആക്കണം എന്ന് പറയുന്ന ഒരു നിർദ്ദേശവുമായി PC ചാക്കോയും തോമസ് കെ തോമസും കൂടി ഒരു അച്ചുതണ്ടുണ്ടാക്കി ശശീന്ദ്രനെതിരായിട്ട് ഒരു നീക്കം നടത്തി. ശ്രീ പിണറായി വിജയനെ പോയി കണ്ട് NCPയുടെ ഔദ്യോഗികമായ മന്ത്രി സ്ഥാനാർത്ഥി ഇനിയും AK ശശീന്ദ്രൻ അല്ല തോമസ് കെ തോമസ് ആയിരിക്കുമെന്ന് ഒക്കെ പറഞ്ഞ് ചർച്ചകൾ ഒരുപാട് പ്രാവശ്യം നടത്തി. പക്ഷേ ശ്രീ പിണറായി വിജയൻ 8ലും 7ലും അടുത്തില്ല. കാരണം അദ്ദേഹത്തിന് ഈ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുന്നതിനോട് യാതൊരു യോജിപ്പുമില്ല. സാധാരണയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മന്ത്രിമാരെ നിശ്ചയിക്കുന്നത് അതിനകത്തുള്ള കക്ഷികളാണ്. ആ കക്ഷികളുടെ പരമാധികാരമാണ് ആരാണ് മന്ത്രിയായിരിക്കുക. എന്നിട്ട് കക്ഷിയുടെ ഒരു പ്രസിഡന്റ് കൂടിയായ PC ചാക്കോ 2 MLA-മാരിൽ ഒരാളായ ഒരു MLA-യും കൂട്ടി മുഖ്യമന്ത്രി അടുത്ത് നിന്ന് ഇതാണ് NCPയുടെ ഇപ്പോഴത്തെ തീരുമാനം, ശേഷിച്ച 1 വർഷക്കാലം AK ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. ശ്രീ പിണറായി വിജയൻ വളരെ തന്ത്രപരമായി ആവശ്യത്തെ ഇങ്ങനെ നീട്ടി കൊണ്ടുപോയി ഇപ്പോഴും AK ശശീന്ദ്രൻ അവിടെ തുടരുകയാണ്. അതോടുകൂടി കേരളത്തിലെ NCP ഒരു വിധത്തിൽ നാനാവിധമായി. AK ശശീന്ദ്രനോട് കൂടെ ചേർന്ന് നിൽക്കുന്ന കുറെ ആളുകൾ, അതോടൊപ്പം തന്നെ തോമസ് കെ തോമസിനോടും PC ചാക്കോയും കൂടെ ചേർന്ന് നിൽക്കുന്ന മറ്റൊരു വിഭാഗം, അങ്ങനെ വിഭാഗീയതയായി ഏതാണ്ട് കേരളത്തിലെ NCP രണ്ടായിട്ട് അങ്ങ് പിളർന്ന ഒരു ഘട്ടത്തിൽ വന്നപ്പോൾ ഇനിയും മുന്നോട്ട് പോകാൻ പ്രയാസമാണ് എന്ന് കണ്ടാണ് PC ചാക്കോ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ദുഃഖകരമായ അവസ്ഥ എന്ന് പറയുന്നത് തോമസ് കെ തോമസ് PC ചാക്കോയോട് ഒട്ടി നിന്ന് മന്ത്രിയാകാൻ ശ്രമിച്ച അവസാനം നടക്കാതെ വന്നപ്പോൾ അദ്ദേഹവും ഏറ്റവും ഒടുവിലത്തെ നിമിഷം PC ചാക്കോയെ തള്ളിപ്പറഞ്ഞു. അങ്ങനെ PC ചാക്കോ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അനാഥനായപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇനിയും ഇവിടെ നിന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് അദ്ദേഹം അങ്ങ് രാജിവെച്ചൊഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ NCPയുടെ ഭാവി എന്താകുമെന്നുള്ളത് NCPക്കാർക്ക് തന്നെ നല്ല നിശ്ചയമില്ല. ശ്രീമാൻ AK ശശീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇനി ഒരു പുതിയ മന്ത്രിസഭ, ഒരു 3ാം വട്ടം പിണറായി സർക്കാർ വന്നാലും AK ശശീന്ദ്രന് ഒരു മന്ത്രിസ്ഥാനം കിട്ടാനുള്ള സാധ്യതയില്ല. അതുപോലെ തന്നെ കുട്ടനാടിലെ സീറ്റ് പോലും ഒരുപക്ഷെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മടക്കിയെടുത്തേക്കും. അത് NCPയുടെ സീറ്റാണെങ്കിലും തോമസ് കെ തോമസിനെ അവർ ഉൾക്കൊള്ളുമെന്ന് കരുതേണ്ടതില്ല. അതൊക്കെ സാങ്കല്പികമായ കാര്യമാണ്. 3ാം ഊഴം എന്നൊക്കെ പറയുന്നത് ഒരു മരീചികയാണ്. അതൊക്കെ വെറുതെ തർക്കത്തിന് വേണ്ടി പറയാമെന്നല്ലാതെ ഇനി ഒരു ഊഴമുണ്ടായാലും രാഷ്ട്രീയത്തിൽ തോമസ് കെ തോമസിന്റെയും AK ശശീന്ദ്രന്റെയും ഭാവി ഏതാണ്ട് അവസാനിച്ച മട്ടായിരിക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ. ഇപ്പോൾ കുളിപ്പിച്ച് കുഞ്ഞിനെ ഇല്ലാതാക്കി എന്ന പഴമൊഴിയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഇപ്പോൾ പാർട്ടി നാമാവിശേഷമായി പാർട്ടി നേതാക്കന്മാരുടെ ഭാവിയും ഏതാണ്ട് ഇരുളടഞ്ഞ മട്ടായി. ഇനി PC ചാക്കോ ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി എന്ത് ചെയ്യുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. അദ്ദേഹം എവിടെയായിരിക്കും ഇനി പ്രവർത്തിക്കാൻ പോകുന്നത്? കേരളത്തിൽ നിന്നൊഴിഞ്ഞ് സാധാരണ പ്രവർത്തകനായിരിക്കുക എന്ന് പറയുന്ന PC ചാക്കോയ്ക്ക് സ്വപ്നം പോലും കാണാൻ കഴിയുന്നതല്ല. അദ്ദേഹത്തിന് അധികാരവും സ്ഥാനവും ഇല്ലാതെ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ നേതാവല്ല അദ്ദേഹം. ഇനി നേരെ പോയി ശരത് പവാറിന്റെ അടുത്ത് അഭയം തേടി എന്നെ എന്താക്കണം, എന്നെ എന്തെങ്കിലും ആക്കണമെന്നൊക്കെ പറഞ്ഞാൽ ശരത് പവാറും കൈമലർത്തിയേ നിവർത്തിയുള്ളൂ. കാരണം ശരത് പവാറിന്റെ കയ്യിൽ അധികാര സ്ഥാനങ്ങളൊന്നുമില്ല. അപ്പോൾ PC ചാക്കോ എന്ന് പറയുന്ന ഒരു കാലത്തെ കരുത്തനായിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഏതാണ്ട് ഇപ്പോൾ ഒന്നും ഇടമില്ലാതെ
ചുറ്റി സഞ്ചരിക്കേണ്ട ഒരു ദുർഗതിയിൽ എത്തി നിൽക്കുകയാണ്. NCPയും ഏതാണ്ട് നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ LDFിലെ ഘടകകക്ഷികൾ ഓരോന്നോരോന്നായി നാമാവശേഷമാണ്. ഒറ്റയാൾ പാർട്ടികളെല്ലാം ശ്രീ ആന്റണി രാജുവിന്റെ കസ്റ്റഡിയിൽ ഒരു കേരള കോൺഗ്രസ് ഉണ്ട്. അതുപോലെ തന്നെ രാമേന്ദ്രൻ കടന്നപ്പള്ളിയുടെ കയ്യിൽ ഒരു കോൺഗ്രസ്. അതെല്ലാം ഒരു ഓട്ടോറിക്ഷയിൽ കയറാനുള്ള ആളുകൾ പോലും ഇല്ലാത്ത പാർട്ടികളാണ്. അതെല്ലാം ഈ പിണറായി സർക്കാരിന്റെ ഈ തവണ അധികാരം ഒഴിയുമ്പോൾ എല്ലാം നാമാവശേഷമാവും ഈ ഒറ്റയാൾ പാർട്ടികളെല്ലാം എന്ന തന്നെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ ചിത്രം വ്യക്തമാക്കുന്നത്. ഏതായാലും വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോയാൽ പൊതുസമൂഹത്തിൽ നിന്ന് അകന്നുപോയി പതനം സംഭവിക്കും എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ശ്രീ PC ചാക്കോ. അവസരവാദപരമായ നിലപാടെടുക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ പൊതുസമൂഹം ഇന്നല്ലെങ്കിൽ നാളെ തള്ളിക്കളയും. പൊതുസമൂഹം തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ ഭാവി ഇല്ലാതെയാകും. കാരണം മറ്റൊന്നിനും ഉപയോഗിക്കാൻ കൊള്ളാവുന്നവരൊന്നും അല്ല ഈ രാഷ്ട്രീയത്തിൽ നേതാക്കന്മാരായിട്ട് വിലസുന്ന ആളുകളൊക്കെ. അവർക്ക് ആ രംഗമില്ലെങ്കിൽ പിന്നെ ആക്ഷരികമായി അവരെല്ലാം അനാഥമാണ്. ആ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ PC ചാക്കോ എത്തി നിൽക്കുന്നു. അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകൾ ഏതാണ്ട് അനാഥമായിരിക്കുന്നു. പാർട്ടിയും ഏതാണ്ട് അന്യം നിൽക്കുന്ന, വംശനാശം സംഭവിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുന്നു. അതാണ് ഇപ്പോൾ കേരളത്തിലെ NCPയുടെ അവസ്ഥ. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സാങ്കേതികമായി ബാധിക്കുന്നില്ലെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഒരു കറുത്ത പൊട്ടാണ് ഈ PC ചാക്കോ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല.